ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഗുഡ് മോർണിംഗ്. യേശുവിനെ പോലെയാകാം പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നതായ വിഷയം, ഫലം കാരണത്തെ പിന്തുടർന്ന് ആരോഗ്യമോ രോഗത്തെ ഉളവാക്കുന്നു. പ്രിയരെ, വായിക്കാനുള്ളതായ തിരുവചന ഭാഗം എന്നത് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 33-ാമത് വാക്യം. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലതെന്ന് വെപ്പിൻ, അല്ലായ്കയിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വെപ്പിൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷത്തെ അറിയുന്നത്. പ്രിയരെ, സർവശക്തനായ ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും രൂപത്തിലും മനുഷ്യരെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി വെച്ചിരുന്നത് ശരീരഘടനയിലും സൗന്ദര്യത്തിലും സമ്പൂർണരായി തന്നെ ആയിരുന്നു. അങ്ങനെ സമ്പൂർണതയിൽ സൃഷ്ടിച്ചതായ മനുഷ്യർ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി അന്നു മുതൽ ഇന്നുവരെയും അവരുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യത്തെയും വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. അവർ പിന്നത്തേതിൽ തികഞ്ഞ ആരോഗ്യം ഇല്ലാത്തതായ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരുന്നു. തിരുവചനം നാം പഠിക്കുമ്പോൾ യാക്കോബ് ദൂതന്മാരോട് കിടപിടിക്കുന്നതായ ഒരു ഭാഗം നാം വായിക്കുന്നുണ്ട്. അവിടെ ഒരു ദൂതനോടൊപ്പം തന്നെ വെറും ഒരു മനുഷ്യനായ യാക്കോബ് മൽപ്പിടുത്തം നടത്തണമെങ്കിൽ അവൻ എന്തുമാത്രം ആരോഗ്യം ഉണ്ടായിരിക്കണമെന്നും അവസാനം അനുഗ്രഹിച്ചല്ലാതെ നിന്നെ വിടുകയില്ല എന്നുള്ളതായ ഒരു പദം ദൂതനോട് പറഞ്ഞ് അനുഗ്രഹം കൈപ്പറ്റി വാങ്ങുന്നതായ ഒരു അവസ്ഥ യാക്കോബിനുണ്ടാകുന്നു. അത്രത്തോളം തന്നെ ആരോഗ്യത്തോടുകൂടി ഒക്കെ സൃഷ്ടിച്ചതായ ആദിമകാലത്തെ മനുഷ്യരൊക്കെ പിന്നത്തേതിൽ അവരുടെ ആയുസ്സും സൗന്ദര്യവും അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ആയിപ്പോയത് എന്തൊക്കെ കാരണത്താലാണ്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ പല ചട്ടങ്ങളും നിയമങ്ങളും ലംഘിക്കപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. മനുഷ്യ കുടുംബം ആരോഗ്യ നിയമങ്ങൾ ലംഘിച്ച് മിക്കവാറും എല്ലാ കാര്യത്തിലും അതിരുവിട്ട് ഓടുകയും അവർ നിരന്തരം രോഗത്തിന് അടിമപ്പെടുകയും അതിൻ്റെതായ ഫലത്തിലേക്ക് അവർ ആയിത്തീരുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതെങ്കിലും ഒരു ജീവിയുടെ ജീവൻ നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ജീവൻ എടുക്കുക എന്നത് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് എതിരായിരുന്നതായ ഒരു സംഭവമായിരുന്നു. എന്നാൽ ഏദനിൽ ഒരു മരണവും ഉണ്ടാകരുതെന്ന് തന്നെ ദൈവം ആഗ്രഹിച്ചു. തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം അവരുടെ ആവശ്യങ്ങൾക്കൊത്ത ഭക്ഷണം തന്നെ ആയിരുന്നു. എന്നാൽ സത്യവേദ പുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യത്തിൽ, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അപ്രകാരം കൽപ്പിച്ചതൊഴികെയുള്ളതായ സകല വൃക്ഷഫലങ്ങളും ഈ മനുഷ്യർക്ക് ഭക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ജീവനും തങ്ങളുടെ സൗന്ദര്യവും ആരോഗ്യവും ആയുസ്സും ഒക്കെ നിലനിർത്താൻ സാധിക്കുമായിരുന്നു. അതൊക്കെയും നഷ്ടപ്പെടുത്തിയതായ അവസ്ഥയിൽ നാം തിരുവചനം പിന്നീട് പഠിക്കുന്നതായ സമയത്ത് ഇന്ന് 60-ലും 70-ലും ഒക്കെ മരിക്കുന്നതായൊരവസ്ഥ, അനേകം പലതരത്തിലുള്ള രോഗങ്ങളാൽ തന്നെ ഇന്ന് 45 വയസ്സിനും 30 വയസ്സിലൊക്കെ തന്നെ മരിച്ചു പോകുന്നതായ ഒരവസ്ഥ മനുഷ്യരിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ കൽപ്പനകൾ, പ്രത്യേകിച്ച് ആരോഗ്യ നിയമങ്ങൾ പാലിക്കപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റോമർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യം ഇപ്രകാരം പറയുന്നു, അത്
ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനാലംഘനം ആ ഒരു രീതിയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലോ ഇതിൽ നിന്നൊക്കെ തന്നെ നാം വർജനം സ്വീകരിക്കേണ്ടത് ആവശ്യമാകുന്നു. വർജനം, സ്വയം നിയന്ത്രണം, ഭക്ഷണപാനീയ കാര്യാദികളിൽ ഇല്ലാത്തതും നീച വികാരങ്ങളുടെ ആസക്തിയും ലോല വികാരങ്ങളെ മന്ദമാക്കി അത് പവിത്ര കാര്യങ്ങളെപ്പോലും കേവലം സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനൊപ്പമാക്കി തീർത്തതായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ആക്കി തീർത്തു. പ്രിയരെ, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരായി ഈ ഉള്ള കാലങ്ങളിൽ ദൈവഹിതപ്രകാരം നാം തിരഞ്ഞെടുക്കപ്പെടേണ്ടതായ ഭക്ഷണ പാനീയ കാര്യാദികളിൽ നാം ശ്രദ്ധ ചെലുത്തേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാകുന്നു. 1 കൊരിന്ത്യർക്ക് ലേഖനം അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 25-ാമത് വാക്യം പറയുന്നു, അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ വർജിക്കപ്പെടേണ്ടത് എന്തൊക്കെ എന്നുള്ളതായ ഒരു തീരുമാനം നാം എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്, സമൂഹത്തിന്, കുടുംബത്തിന് ഒക്കെ മാതൃകയായി ജീവിപ്പാൻ തക്കവണ്ണം, മറ്റുള്ളവരുടെ മുമ്പിൽ ആരോഗ്യത്തോടെ നിലനിൽക്കുവാൻ തക്കവണ്ണമുള്ളതായ കൃപാവരം സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും തരുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവ്വചരാചരങ്ങളുടെയും ഉടയവനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനും നല്ലവനുമായ ദൈവമേ, അനുഗ്രഹമേറിയതായ ഒരു പ്രഭാതം ഞങ്ങൾക്ക് ഈ വിഷയം ചിന്തിപ്പാൻ തക്കവണ്ണം തന്നതിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ, കേട്ടതായ വചനത്തിന്മേൽ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവം വസിക്കുന്നതായ മന്ദിരം നശിപ്പിക്കുന്നവരായിട്ടല്ല, അത് കർത്താവെ കൂടുതൽ വിശുദ്ധിയോടെ നിലനിർത്തുന്നവരായി തന്നെ നിലനിർത്തുവാനുള്ളതായ കൃപാവരം എല്ലാവർക്കും ഇന്ന് പകൽക്കാലം നീ പകരുന്നതിനായി സ്തോത്രം. കൃപയാൽ, കരുണയാൽ അങ്ങ് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. സകലതും അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.